Good morning, friends. സൈമൺ വർഗീസ്. രാവിലെ നല്ല മഴയാണ്. നമ്മുടെ ഡിറ്റർമിനേഷൻ നമ്മൾ ഇറങ്ങി. ഇന്നലെ ഇതുപോലെ തന്നെയായിരുന്നു, നല്ല മഴയായിരുന്നു. പക്ഷെ നമ്മൾ നടപ്പ് ഒഴിവാക്കിയില്ല. എക്സർസൈസ് ഇൻഡോറിൽ ചെയ്യും, വാക്കിംഗ് ഔട്ട്ഡോറിൽ തന്നെ ചെയ്യും. ഓക്കെ, അപ്പം എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. മലയാളികളായ നാം ഇനി ഈ മഴക്കാലത്തെ ഈ പെയ്ത്തും അതുപോലെ തന്നെ ചെറിയ ചെറിയ മേഘസ്ഫോടനങ്ങളും ഒക്കെ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു, നമ്മുടെ സഹ്യാദ്രി നിരകൾ പണ്ട് നമ്മളെ ചൂട് കാറ്റിൽ നിന്ന് രക്ഷിച്ചു എന്ന് നമ്മൾ സ്കൂളിൽ പഠിച്ചെങ്കിൽ, ഇപ്പോൾ ചൂട് കൂടി നീരാവിയുടെ അളവ് കൂടിയപ്പം അത് കാർമേഘങ്ങളെ തടഞ്ഞു നിർത്തുകയും പെയ്ത്ത് തുടങ്ങുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ക്വാണ്ടിറ്റി ഓഫ് വാട്ടറാണ് വരുന്നത്. അതാണ് ചെറു മേഘസ്ഫോടനം, വലിയ മേഘസ്ഫോടനം എന്നൊക്കെ പറയുന്നത്. അതിന് എല്ലാ വർഷവും ഇങ്ങനെ ഉണ്ടാവും. അപ്പം അതിനെ നമ്മൾ അതിജീവിച്ചേ ഇനി പറ്റത്തുള്ളൂ. അതിനുള്ള തയ്യാറെടുപ്പ് നടത്തണം, നമ്മൾ കരുതി ജീവിക്കണം. ഓക്കെ, ഈ സന്ദർഭത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായൊരു ഗവൺമെൻറ് ഉണ്ട് എന്ന് ഇന്ത്യയിലെ ലോകം മുഴുവൻ തെളിഞ്ഞൊരു സന്ദർഭമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. അർജുനൻ്റെ ആ ഒരു അന്വേഷണക്കാരി ഞാൻ പറയാം, അർജുൻ, അവൻ ഇവരുടെ തിരിച്ചു വരണമെന്ന് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. എന്നാലും അതിനുവേണ്ടി ഗവൺമെൻറ്റുകൾ എടുത്ത ആ ഒരു നിർദാക്ഷിണ്യമായ ഒരു അന്വേഷണം. അപ്പം അതിനെ സംബന്ധിച്ച് പറഞ്ഞത്, ആദ്യഘട്ടത്തിൽ ചില ഓഫീസേഴ്സ് ചോദിച്ചു എന്നാണ് ടി വിയിൽ നിന്ന് കേട്ടത്, ഒരു ഡ്രൈവറല്ലേ, ഇത്ര സ്വാധീനം എവിടുന്ന, ഒരു ലോറി ഉടമയ്ക്ക് ഇത്ര സ്വാധീനം എവിടുന്ന എന്നൊക്കെ ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചെന്നാണ് പറഞ്ഞത് ആ സ്റ്റേറ്റിലെ. അപ്പോൾ അതിന് മറുപടി പറഞ്ഞത് അവനൊരു മലയാളിയാണ് എന്നാണ്. ഈ മലയാളിക്ക് വേണ്ടി നടത്തിയ അന്വേഷണത്തിൽ 9 പേരുടെ ബഹുമാന്യ മൃതദേഹം കൂടി കണ്ടെത്തുകയുണ്ടായി. അതല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അതെല്ലാം കടലിൽ പോയേ. തീർച്ചയായിട്ടും ഈ സന്ദർഭത്തിലാണ് ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടത്. നമുക്ക് കേട്ടിട്ടുണ്ടോ ഒരിക്കലേ ഇവിടെ ആലപ്പുഴ ഒരു ബീച്ച്, ഒരു ഹൗസ് ബോട്ടിൽ വെച്ച് ഒരു വിദേശ വനിതയെ അതിലെ ജീവനക്കാരൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ആ വനിത വിളിച്ചു പറഞ്ഞത് തൻ്റെ രാജ്യത്തേക്കാണ്. രാജ്യത്തിൻ്റെ പേരൊക്കെ അറിയാൻ പറയുന്നില്ല. അവിടെ പറഞ്ഞപ്പോൾ അവർ അന്നേരം തന്നെ അവിടുത്തെ വിദേശകാര്യ വകുപ്പിനെ അറിയിച്ചു. അവിടുന്ന് നേരെ ഫോൺ വന്നത് DGPക്കാണ്, കേരള DGP. അതുപോലെ തന്നെ അപ്പോൾ തന്നെ DGP SP നിർദ്ദേശം കൊടുത്തു. മിനിറ്റുകൾക്കുള്ളിൽ അക്രമിയെ കീഴ്പ്പെടുത്തി. അതെല്ലാം അന്ന് വലിയ വാർത്തയായിരുന്നു. അതേസമയം തന്നെ ആ രാജ്യത്ത് നിന്ന് ഡിപ്ലോമാറ്റ്സ് എന്നോ ടൂറിസ്റ്റുകളോ എന്ന രീതിയിൽ കുറേ ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് വന്നു. അവർ ഓരോ ഇഞ്ചും പരിശോധിച്ചു, ഓരോ നിർദ്ദേശങ്ങളെടുത്തു, കൃത്യമായി ഗവൺമെൻറ് റിപ്പോർട്ടൊക്കെ കൊടുത്തു. എങ്ങനെ ഇത്തരം ചിന്തകളെ, ഇത്തരം പ്രവൃത്തികളെ ഒഴിവാക്കാം, ഇറാഡിക്കേറ്റ് ചെയ്യാന്നുള്ള എന്ന് പറഞ്ഞതുപോലെ അതൊക്കെ വലിയ സമ്പന്ന രാജ്യങ്ങൾ അതൊക്കെ ചെയ്യുന്നു. ഇപ്പോൾ അമേരിക്കക്കാരനൊരാൾ ലോകത്ത് എവിടെ പോയി മരണപ്പെട്ടാലും എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാലും കർശനമായ അന്വേഷണവും നിരീക്ഷണവും ഉണ്ടാകുന്നുള്ള യാതൊരു സംശയവും വേണ്ട. ആ നിലയിലേക്ക് നമ്മുടെ കൊച്ചു കേരളം ഉയർന്നിരിക്കുകയാണ്. ഒരു മലയാളിക്ക് കേരളത്തിൽ മാത്രമല്ല, ലോകത്തെവിടെയാണെങ്കിലും എന്ത് സംഭവിച്ചാലും അവനെ സഹായിക്കാൻ ഒരു ജനതയുണ്ട്, അതിന് മുന്നിട്ടിറങ്ങാൻ ഒരു ഗവൺമെൻറ്റുണ്ട് എന്ന് ഭാരതത്തിലെ ജനങ്ങൾക്കും വിദേശത്തുള്ള ജനങ്ങൾക്കും ബോധ്യപ്പെട്ട ഒരു സംഭവമായിരുന്നു ഈ കർണാടകയിലുണ്ടായ ആ ഒരു ഭൂമി ഇടിച്ചിലും അതിനെ തുടർന്നുണ്ടായ അന്വേഷണങ്ങളും നിരീക്ഷണങ്ങളും. നമുക്കറിയാം, അവർക്ക് അന്തം വിട്ടുപോയി. കേരളത്തിൽ നമുക്കറിയാം ധാരാളം വിഷ്വൽ മീഡിയാസ് ഉണ്ട്, അത് കേരളത്തിൽ നമുക്കറിയത്തുള്ളൂ. പക്ഷേ ഇത് കർണാടകക്കാരാണ് കണ്ടത്, വലിയ ഡിഷാനിണകളുടെ ഒരു പ്രളയം, അത് മിടുമിടുക്കന്മാരായിട്ടുള്ള പത്രപ്രവർത്തകരുടെ ഒരു നിര. അവർ ലൈവിൽ അവരുടെ ഭക്ഷണവും അവരുടെ ദൈനംദിന കൃത്യങ്ങൾ പോലും അവർ കൺട്രോൾ ചെയ്തുകൊണ്ടാണ് അവിടെ നിന്നത്. തീർച്ചയായിട്ടും അത് അഭിമാനകരമാണ്. അവരെ അഭിനന്ദിക്കുന്നു, നാടിനെ അഭിനന്ദിക്കുന്നു. അതിനുവേണ്ടി ഒപ്പം നിന്ന
സർക്കാരിനെ അഭിനന്ദിക്കുന്നു. അതുപോലെ കേന്ദ്ര സേനകളെയൊക്കെ ഒട്ടും താമസിക്കാതെ വിന്യസിക്കാൻ സഹായിച്ച കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിക്കുന്നു. അല്പം താമസിച്ചാണേലും ഗൗരവം ബോധ്യപ്പെട്ട് മുന്നോട്ട് വന്ന കർണാടക സർക്കാരിനെയും അഭിനന്ദിക്കുന്നു. ഒരു കാര്യം നമുക്ക് അഭിമാനമുണ്ട്, ഇത് ഒരാളുടെ ഔദാര്യമായിട്ടല്ലാതെ ഇതൊരു സ്റ്റാറ്റ്യൂട്ടാക്കി മാറ്റാൻ കഴിയുമെങ്കിൽ നന്നായിരുന്നു. ഏതൊരു മലയാളിയാണേലും ഇപ്പോൾ അവൻ ഗുജറാത്തിലാകട്ടെ, ബീഹാറിലാകട്ടെ, ഡൽഹിയിലാകട്ടെ ഒരു അപകടം ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടായാലും അന്വേഷിക്കണം. അതിൻ്റെ ഒരു ഇന്ത്യൻ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ഡിവിഷൻ ഫോഴ്സിൽ ഉണ്ടാക്കണം, നിയമപരമാക്കണം. അപ്പോൾ അല്ലാതെ ആരും ശ്രദ്ധപ്പെട്ടില്ല, മീഡിയ ശ്രദ്ധപ്പെട്ടില്ല, അപ്പോൾ പാവപ്പെട്ടവനാണെന്നുള്ള രീതി തള്ളിക്കളയാതെ എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കാനായിട്ട് സർക്കാർ നിയമനിർമ്മാണം നടത്തണം കൂടിയാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. കാരണം ചിലരൊക്കെ തീരെ ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമൊക്കെ ചിലപ്പം തഴയപ്പെട്ടു പോയേക്കാം, അതുപോലും ഉണ്ടാകരുത്. എന്തായാലും ഭാരതത്തിന് അഭിമാനമായി കേരളം ഇങ്ങനെ തുടിച്ചു നിൽക്കുകയാണ്. ഏത് കാര്യം എടുത്താലും മുമ്പിലാണ്. വിദ്യാഭ്യാസമായാലും ശിശുമരണ നിരക്കായാലും ആരോഗ്യമായാലും അവൻ്റെ ആ ഒരു സാമ്പത്തിക നിലവാരമാണെങ്കിലും പട്ടിണിയോട് പോരിടുന്ന കാര്യത്തിലായാലും നിങ്ങൾക്കറിയാമോ, വിദേശ രാജ്യങ്ങളിൽ പോലും ഹോംലെസ് പീപ്പിളുണ്ട്. ശരിക്കും താല്പര്യമുള്ളവർ ഇവിടുത്തെ സൈറ്റിൽ കയറി ഒന്ന് നോക്കണം. ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി, ഇറാഡിക്കേഷൻ ഓഫ് ഹോംലെസ്, എത്ര സൂപ്പറായിട്ട് കേരളത്തിൽ നടക്കുന്നത്. അതൊരു അന്വേഷണ കുതുകിയായ ഒരു യുവാവിന് ചെയ്യാവുന്ന കാര്യമാണ്. പിന്നെ അവൻ വിളിച്ച് പറയാമല്ലോ, ഞാൻ ഇതൊക്കെ സെർച്ച് ചെയ്തു, ഞാൻ ഗവൺമെൻറ് കണക്ക് നോക്കി, അത് ഈ പറയുന്ന സൈമൺ സാറ് പറയുന്ന കാര്യം തെറ്റാണ് എന്ന് പറയാമല്ലോ. നിങ്ങൾ അതിനെപ്പറ്റി ഒന്ന് പഠിച്ച് നമുക്കിപ്പോൾ അറിയാം, ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി നമ്മൾ ഭയങ്കര മുമ്പിലാണ്. അതുപോലെ ഏത് കാര്യത്തിലാണ്, ഒരു ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതി. നമ്മുടെ വീടും പരിസരവും ഒന്ന് ശരിക്കും വൃത്തിയാക്കി പൂക്കളൊക്കെ വെച്ച് പിടിപ്പിക്കുക. നമ്മുടെ വീടിനടുത്തൂടെ പോകുന്ന തെരുവീതികൾ പൂക്കൾ കൊണ്ട് അലങ്കരിക്കുക, പൂച്ചെടികളൊക്കെ വയ്ക്കുകയും ചെയ്താൽ ഒരു വിദേശ രാജ്യവും നമ്മുടെ മുമ്പിൽ പോകത്തില്ല. ഞാൻ കുറേയൊക്കെ യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാനവിടെ കണ്ടിട്ടുണ്ട്, അവിടെ അതൊക്കെ ഗവൺമെൻറ് ഒരു നിയമം പോലെ ആക്കിയിരിക്കുക. നമ്മൾ വീടിന് ചുറ്റുമുള്ള ഇത്ര സ്ഥലം നമ്മൾ പരിരക്ഷിക്കുക. അതിന് അവരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഇത്ര $, ഓരോ കുടുംബക്കാരും കൊടുക്കണം. അവർ ഗവൺമെൻറ്റിൽ നിന്ന് ചിലപ്പോഴൊക്കെ ചില അത്യാവശ്യം ചില സഹായം കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ വീട്ടുകാരാണ് അവിടെ പൂക്കൾ വെച്ച് പിടിപ്പിക്കുന്നതും ചെടികൾ പരിപാലിക്കുന്നതും വെള്ളമൊഴിക്കുന്നതും ഇനി ഒരു കാട്ടുമൃഗമോ വല്ലതും വന്ന് അപകടത്തിൽപ്പെട്ട അതിനെ സംസ്കരിക്കുന്നതൊക്കെ അവരാണ്. ഒന്നും അവിടെ വൃത്തികേടായിട്ട് കിടക്കത്തില്ല. അത്തരത്തിൽ കൂടി നമ്മൾ ചിന്തിച്ചാൽ എൻ്റെ അമ്മോ എന്തായിരിക്കും അല്ലേ കേരളം. ഇപ്പം തന്നെ ടൂറിസ്റ്റുകളുടെ ഒരു ബാഹുല്യമാണ് കേരളത്തിലുള്ളത്. റിസോർട്ടുകളെല്ലാം ഫുള്ളാണ്. അത് ഒന്നാമത് ഇവിടുത്തെ ജനതകളുടെ ഇടപെടൽ, സ്നേഹപൂർവ്വമായ പെരുമാറ്റം, നല്ല ഭക്ഷണം, ആരോഗ്യവും ശക്തിയുമുള്ള യുവതി യുവാക്കൾ, നല്ല ഭാഷ, ഇംഗ്ലീഷ് ഭാഷ നമ്മളിപ്പം ഈ പറഞ്ഞല്ലേ നമ്മൾ രണ്ടും ബ്രിട്ടീഷ് ആക്സെൻറ്റും അമേരിക്കൻ ആക്സെൻറ്റിലും നമ്മൾ വൈദഗ്ധ്യം നേടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ യുവതലമുറ ഭയങ്കരമായിട്ടാണ് കയറി, അഭിമാനമുണ്ട്. തീർച്ചയായിട്ടും ലോകത്ത് നിന്ന് ആളുകൾ ഇനിയും വരച്ച് വരും. നമ്മളെല്ലാം കൂടെ അല്പം ശ്രദ്ധിച്ചാൽ. ഗവൺമെൻറ് ഇപ്പോൾ കാണിക്കുന്ന കാര്യക്ഷമത അല്പം കൂടെ കൂട്ടണം. ഏതൊരു മലയാളിക്കും ഏതൊരു നാട്ടിലായാലും ഒരു വിഷയമുണ്ടായാൽ അത് അന്വേഷിക്കാനും അത് ഔദ്യോഗികമായി അന്വേഷിക്കാനും ആവശ്യമായ നടപടികൾ മറ്റ് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനും ഒക്കെയുള്ള ഒരു സിസ്റ്റം ഫോം ചെയ്യണം. ഒരു സ്വകാര്യ ബില്ലായാലും വേണ്ടില്ല, ഗൗരവമുള്ള ബില്ലായാലും വേണ്ടില്ല, നന്നായിരിക്കും. ഭരണഘടനാപരമായി അതിൻ്റെ ആ ഒരു സാൻറ്റിറ്റിയൊക്കെ പരിശോധിച്ചിട്ട് വേണം ചെയ്യാൻ. എന്തായാലും അതുകൂടി ചെയ്താൽ നന്നായിരിക്കുമെന്ന് മാത്രമാണ് ഈ സുപ്രഭാതത്തിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഓൾ ദി ബെസ്റ്റ്. ഇപ്പം മഴയാണ്, നല്ല ഒന്നാം തരം മഴയാണ് നടക്കും. പക്ഷെ എന്നാലും നമ്മുടെ തീരുമാനം ഡിറ്റർമിനേഷനാണ്, അത് മാറത്തില്ല. മഴയോ കൊടുങ്കാറ്റോ വരട്ടെ, വന്നിട്ട് പോവും, നമ്മളതിനെ അതിജീവിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. പ്രൈസ് അവർ ഗോഡ്.